ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റ് വന്നതേ ഉള്ളൂ. ആദ്യം നമുക്കൊരു ചായ ഉണ്ടാക്കാം. അപ്പോൾ അതിനു മുമ്പ് ഞാൻ ഇന്നലെ തിളപ്പിച്ച് വെച്ച പാല് എന്ത് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഇനി ഇത് കണ്ടോ, ഇത് ഒരാഴ്ചയായിട്ട് ഓരോ ദിവസവും ഞാൻ പാലിൻ്റെ പാട എടുത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരുന്നത് ഇതും കൂടെ ഇതിൻ്റെ അകത്തേക്ക് ചേർക്കും. ഇനി അല്പം വെള്ളം കൂടെ ചേർത്ത് നമുക്കിത് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് നല്ല ശുദ്ധമായ വെണ്ണ കിട്ടും. പശുവിനെ വളർത്തണമെന്നോ അല്ല വീട്ടിൽ പാലുണ്ടായിരിക്കണമെന്നൊന്നുമില്ല. അല്ലാതെ തന്നെ നമുക്ക് നല്ല ശുദ്ധമായ വെണ്ണയും നെയ്യും ഉണ്ടാക്കിയെടുക്കാം. ഇത് നമുക്ക് മിക്സി വെച്ച് ഒരു 1.5 മിനിറ്റ്, 1 മിനിറ്റൊക്കെ മതി, അത്രയും നേരം ഒന്ന് അടിച്ചെടുക്കാം. കണ്ടോ, ഞാൻ 1 മിനിറ്റ് തന്നെ മിക്സിയിലിട്ട് അടിച്ചപ്പോഴത്തേനും വന്ന മാറ്റം. ഇനി നമുക്കിതിൻ്റെ വെണ്ണ നീക്കം ചെയ്യാം. നല്ല ശുദ്ധമായ മായമൊന്നും കളയാതെ നമ്മൾ തന്നെ വീട്ടിലുണ്ടാക്കിയെടുക്കുന്നത്. കുഞ്ഞു പിള്ളേരുള്ളവർ ഒക്കെ പിള്ളേർക്ക് കൊടുക്കാൻ വാങ്ങിക്കുന്ന നെയ്യല്ലാതെ ഇതുപോലെ നമുക്ക് സ്വന്തമായിട്ട് വീട്ടിലുണ്ടാക്കിയെടുക്കാം. ഇനി നമുക്കിത് വെള്ളത്തിലേക്ക് മാറ്റാം. പണ്ടൊക്കെ നമ്മൾ പ്ലാവില കൊണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇനി ഈ വെള്ളം മോരെന്ന് പറയും, പക്ഷേ ഇത് കുറച്ച് ഒരാഴ്ചത്തെ ഇതായത് കൊണ്ട് ഇത് ഞാൻ ഉപയോഗിക്കാൻ എടുക്കുന്നില്ല. അല്ല, പച്ചക്കറിക്ക് വളമൊക്കെ കഞ്ഞിവെള്ളം ഒക്കെ ഒഴിക്കുമ്പം അതിനകത്ത് ഇതും കൂടെ ചേർത്ത്, അല്ല പച്ചക്കറിക്കൊക്കെ ചുവട്ടിലൊഴിക്കാനാണ് ഞാനിത് ഉപയോഗിക്കാറുള്ളത്. ഞാനിത് മോരായിട്ട് എടുക്കുന്നില്ല, കാരണം ഇത് കുറേ ഒരാഴ്ചത്തെ ഒഴിച്ചെടുക്കും. അതുമല്ല, കൂടുതലും 1 ഗ്ലാസ് വെള്ളത്തോളം വെള്ളമാണ് തന്നെ. അതുകൊണ്ട് ഇത് ഞാൻ ഈ മോരൊന്നും എടുക്കുന്നില്ല. പച്ചക്കറിക്ക് വളമായിട്ട് അല്ലെങ്കിൽ ചുവട്ടിൽ ഒഴിക്കുന്നതേ ഉള്ളൂ, കഞ്ഞിവെള്ളത്തിൻ്റെയൊക്കെ കൂട്ടത്തിൽ. അപ്പം ഇനി ഇത് നമുക്ക് 1-2 പ്രാവശ്യം ഇങ്ങനെ കഴുകണം. കഴുകിയാൽ ഇത് ഉടഞ്ഞു പോകുമൊന്നുമില്ല, ഇങ്ങനെ തന്നെ ഇരിക്കും. അപ്പോൾ കണ്ടോ, കഴുകുമ്പം വെള്ളത്തിൻ്റെ നിറം മാറി വരുന്നത് കണ്ടോ. എന്നിട്ട് നമ്മൾ ഇത് ഉരുക്കിയെടുക്കണം. ഈ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് വേറെ വെള്ളം എടുക്കണം. അത് കഴിഞ്ഞ് 1-2 പ്രാവശ്യം ഇങ്ങനെ കാണിക്കും. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനിയിപ്പോൾ ആവർത്തിച്ച് കുറേ സമയം കാണിച്ചിട്ട് കാര്യമില്ല. ഇത് ഊറ്റിക്കളഞ്ഞിട്ട് വേറെ വെള്ളം ഒഴിക്കും. അന്നങ്ങനെ വെള്ളം തെളിയുന്നോടം വരെ നമ്മളിത് ആവർത്തിച്ചിട്ട് അടുപ്പത്ത് വെച്ച് ഉരുക്കി നെയ്യാക്കും. ഇത് വെണ്ണ ഉണ്ടോ. ഇപ്പം ഞാനൊരു 2-3 പ്രാവശ്യം കഴുകി. ഇപ്പം നമ്മുടെ വെള്ളം നന്നായിട്ട് തെളിഞ്ഞിട്ടുണ്ട്. ഇനി ഈ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ച് ഉരുക്കിയെടുക്കുക. ഉണ്ടോ, ഈ വെണ്ണ നമുക്ക് ഇതുവഴി തിന്നാം, നല്ലതാണ്. ഞാനുണ്ടാക്കുമ്പോൾ ഒക്കെ ഒന്ന് ടേസ്റ്റ് നോക്കാറുണ്ട്. നമുക്കിത് ഉരുക്കിയെടുക്കാം. തീ കുറച്ച് വെച്ച് കുറച്ചധികം സമയം കൊണ്ട് പതുക്കെ, ആവശ്യമെങ്കിൽ ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുത്ത് ഇതിങ്ങനെ പതഞ്ഞ് പൊങ്ങി തിളച്ച് ചാടിപ്പോവും. തിളച്ച് ചാടിപ്പോകാതെ തീ ക്രമീകരിച്ച് വേണം നമ്മളിത് ഉരുക്കിയെടുക്കാൻ. ഈ നിറമൊക്കെ മാറി തെളിഞ്ഞ് വരും, എണ്ണ പോലെ. അപ്പം നമുക്ക് സ്റ്റൗ ഓഫാക്കാം. തിളച്ചുകൊണ്ടിരിക്കുകയാണ്. തിളച്ചതിനകത്തെ വെള്ളം മുഴുവനും പറ്റണം. കണ്ടോ, നിറം മാറി. നമുക്ക് സ്റ്റൗ ഓഫാക്കാം. അതിന് ശേഷം നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ഒരു ചില്ല് കുപ്പിയിലൊഴിച്ച് അല്ലെങ്കിൽ ഭരണിയിലൊഴിച്ച് സൂക്ഷിക്കാവുന്നതാണ്. ഒരരിപ്പ വെച്ചു. ഇനി നമുക്ക് ഇത് അരിച്ചെടുക്കാം. കാരണം ഇതിനകത്തൊരു ചെറിയ കരട് കാണും, കക്കൻ അല്ലെങ്കിൽ കരട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഞങ്ങളൊക്കെ ചെറുതായിരുന്നപ്പം അമ്മച്ചി
ഒക്കെ ഇത് വെണ്ണ ഉരുക്കുന്നത് നോക്കിയിരിക്കും. കാരണം ഒഴിച്ച് കഴിയുമ്പം ചീനച്ചട്ടിക്കകത്തൊരു കുറച്ച് നെയ്യ് കാണുമല്ലോ, അതിനകത്ത് ചോറിട്ട് ഉണ്ണാൻ വേണ്ടിയിട്ട്. അവസാനം മുഴുവൻ ഒഴിക്കാതെ ഒരല്പം അവിടെ വെച്ചേക്കും. അതിനകത്തൊരു ഉള്ളിയും കരിയാപ്പിലയും മൂപ്പിച്ചിട്ട് ചോറിനും. ഇനി ഇത് നമുക്ക് അടച്ച് സൂക്ഷിച്ചിട്ട് ആവശ്യാനുസരണം ഉപയോഗിക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് ആർക്കെങ്കിലും ഒരു പുതിയ അറിവാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളത് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ബൈ, നാളെ വേറൊരു വീഡിയോയുമായിട്ട് കാണാം.